ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ പ്രോഡക്റ്റ് അത് വേറൊന്നുമല്ല, യൂസ്ഡ് കാർസാണ്. ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ളത് യൂസ്ഡ് കാർസാണ്. അപ്പോൾ യൂസ്ഡ് കാർ റിലേറ്റഡ് ആയിട്ട് എന്ത് എൻക്വയറീസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിനും അതേപോലെ വിൽക്കുന്നതിനും 2012 മോഡലിന് ശേഷം വരുന്ന 1,00,000 കിലോമീറ്റർ താഴെയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ആൻഡ് സെൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്ന അത്ര നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വാങ്ങുന്നതിനും അതേപോലെ നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കുന്നതിനും അതേപോലെ നല്ല നല്ല വാഹനങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുന്നതിനും ഞങ്ങളുടെ ഷോറൂം ഓസ്കാർ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ഥലം വരുന്നത് ആലുവ പറവൂർ കവലയിലാണ്. പറവൂർ കവല സിഗ്നൽ ജംഗ്ഷനിൽ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ ചാനലിൻ്റെ പേര് ഹോക്കറാസ് എന്നാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്താ പറയുക, കുറച്ച് നാളായി ഞാൻ ഈ ഇൻട്രോ ഒന്ന് പറഞ്ഞിട്ട്. ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം, ഇത് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് എന്നുകൂടി ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലെടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും ഒരു യുണീക്നെസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ യൂസ്ഡ് കാറിൻ്റെ ഷോറൂം അത്യാവശ്യം ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആവണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പബ്ലിസിറ്റി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് വണ്ടികൾ വിൽക്കാവുന്നതാണ്. അപ്പോൾ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എന്താ പറയുക, അതേപോലെ വീഡിയോ വ്യൂസ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഒരു സ്കില്ല് അതേപോലെ തന്നെ ഒരു ജോബ്, പാസീവ് ഇൻകം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മേജറായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യല്ല, നമ്മുടെ ഷോറൂമിലുള്ള വാഹനങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ്, എങ്ങനെയാണ് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വന്നേക്കണമെന്ന്, വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അതിനനുസരിച്ച് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉപകരിക്കുന്ന ടൂൾ. നിങ്ങൾ തരുന്ന ഓരോ വ്യൂവുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത്. നിങ്ങളുടെ ആ ഒരു കമൻ്റാണ് എന്നെ കൂടുതൽ എന്താ പറയുക, നല്ല നല്ല വീഡിയോസിലോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കണ്ടൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയണം. പ്രൈസ് കൂടുതലാണെന്നോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അതിന് കൂടുതലാകുന്നതെന്നുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഞാൻ വണ്ടികളെ പരിചയപ്പെടുത്താം. ഷോറൂം വരുന്നത്, ഷോറൂമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്നത് ഹോണ്ട CR-V. ആ CR-Vയുടെ പ്രൈസിങ് വരുന്നത് 485 2010 മോഡൽ. ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് വണ്ടി തരും. ആ ഒരു പ്രൈസിങ്ങാണ് 485. പിന്നെ വരുന്നതാണ് റെനോൾട്ടിൻ്റെ ക്യാപ്ചർ. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 19 രൂപേൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് 690 നെഗോഷ്യബിൾ പ്രൈസാണ്. അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ 2021 മോഡലാണ്. 21 മോഡലിൽ 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് വാല്യൂ വരുന്നത് നിയർലി അറൗണ്ട് 20-25 ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ് ടു നല്ല രീതിയിൽ നെഗോഷിയേഷൻ ഉണ്ടാവും. നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർകോട്ട് പെയിൻ്റ് അടക്കം അടിച്ചിട്ടുള്ള വേറൊരു വർക്കോ ഒന്നും തന്നെ ഇല്ല. ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള വണ്ടി. പിന്നെ വരുന്നതാണ് ഫോർഡിൻ്റെ ഇക്കോ സ്പോർട്ട്. ഇത് ഡീസലല്ല, 2020 മോഡൽ പെട്രോളാണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല സൂപ്പർ വണ്ടിയാണ്. വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക മേജർ ആക്സിഡൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓടിയിരിക്കുന്നത് 63,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഈ ഹോണ്ട സിറ്റിയുടെ കാര്യം അതെന്താ പറയുക, പറയാതിരിക്കാൻ വയ്യ. വളരെ എന്താ പറയുക ലോ കിലോമീറ്റർ ഓടിയേക്കണം. 48,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അതൊരു സാറിൻ്റെ അടുത്തിരുന്ന വണ്ടിയാണ്. 2012 മോഡലാണ്. പാഡിൽ ഷിഫ്റ്റ് അടക്കമുണ്ട്. നിങ്ങളതിൻ്റെ സ്റ്റിയറിങ്ങിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പാഡിൽ ഷിഫ്റ്റ് നോബ് കാണാം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പാഡിൽ ഷിഫ്റ്റ് അടക്കം വരുന്നതാണ്, ഒരു സ്പോർട്സ് എഡിഷൻ. അപ്പോൾ ഈ വണ്ടികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് എന്താ പറയുക
2K കിഡ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് 2Kയിൽ തന്നെ വന്നിട്ടുള്ള 2012 മോഡൽ ഹോണ്ട സിറ്റി. പിന്നെ വരുന്നത് അമേസാണ്. അമേസ് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 46,000 കിലോമീറ്റർ ഓടിയ 2023 വണ്ടി. നമുക്കൊരു നിയർലി 8.5 ആ റേഞ്ചിലാണ് പ്രൈസിങ് വരിക. പിന്നെ ഡിസയർ. ഈ ഡിസയറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് 2018 മോഡലാണ്. അതേപോലെ തന്നെ CNG ആഡ് ചെയ്തേക്കുന്നതാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഈ ഇന്നോവ ക്രിസ്റ്റ 2016 മോഡലാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 15 ലക്ഷം രൂപ, ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ കുറച്ച് പോർഷൻസ് ഉണ്ട്, താഴെ കുറച്ച് വണ്ടികളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ പറയാം. ഇതിവിടെ ഈ ഫസ്റ്റ് കിടക്കുന്ന 2 ഓൾട്ടോ, ഒന്ന് ഓൾട്ടോ LXI ആ റെഡ് കളറ്, അത് വരുന്നത് 1.25 ലക്ഷം രൂപയാണ്, 62,000 കിലോമീറ്റർ ഓടിയേക്കണം. പിന്നെ ഓൾട്ടോ ആ ഗോൾഡൻ കളറ്, അത് കേട്ടനാണ്, അത് ഓടിയിരിക്കുന്നത് 48,000 കിലോമീറ്റർ ആണ്, 1.90 പ്രൈസിങ് പറയുന്നത്. അതേപോലെ ഈ ഇയോണിൻ്റെ പ്രൈസിങ് വരുന്നത് 2.35, അതും അത്യാവശ്യം എന്താ പറയുക സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വണ്ടികളെല്ലാം ഒന്നും തന്നെ മേജർ ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ വണ്ടികളല്ല, അതേപോലെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ല. അപ്പം അങ്ങനെ വണ്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ അത്യാവശ്യത്തിനുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് വരുന്നത് ആ റിക്വയർമെൻറ്റ് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മുടെ ഡീലേഴ്സിൻ്റെ അടുത്തോ അതേപോലെ ഇൻഡിവിജ്വൽസ് പാർട്ടികളുടെ അടുത്തോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സർവീസും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ഒരു 2018 മോഡൽ സെലേറിയോ ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയതാണ്, 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് പ്രൈസിങ് വരുന്നത് 4.80 ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണറാണ്, 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നോ മേജർ ആക്സിഡൻസ്. അപ്പോൾ ധൈര്യസമേതം ഒരാൾക്ക് വന്ന് എടുക്കാം. അതേപോലെ തന്നെ മാരുതിയുടെ വണ്ടിയാണ്. ഈവൻ ഒരു 1 to 2 ഇയേഴ്സ് ഓടിച്ച് നടന്നാൽ പോലും വലിയ തോതിൽ വിലയും കുറയില്ല, കാരണം സെക്കൻഡ് ഓണർഷിപ്പിലോട്ടേ പോവുള്ളൂ. പിന്നെ നിസാൻ സണ്ണി, അത് ഫുള്ളി ഓട്ടോമാറ്റിക് പെട്രോളാണ്, XV എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ ആണ്. നമുക്കൊരു പ്രൈസിങ് വരുന്നത് 5 ലാഖിൻ്റെ അടുത്താണ്. 5 ലാഖ് ആ ഒരു റൈറ്റ് ചെയ്യൽ കിട്ടും. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർഷിപ്പാണ്, 2017 മോഡൽ. പിന്നെ ഈ XUV 500, ഈ XUV 500 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 2013 വണ്ടിയാണ്. ഈ 2013 വണ്ടി 66,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസിൽ എന്ന് പറയുന്നത് 6.60. അപ്പോൾ ഈ കാറ്റഗറിയിൽ വണ്ടി വേണ്ടവർ സെർച്ച് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കണ്ടീഷൻ നോക്കി നിങ്ങൾക്ക് എടുക്കാം. നല്ല എന്താ പറയുക ഗ്യാരണ്ടീഡ് വണ്ടിയാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കും. പ്രൈസിങ്ങും ഏകദേശം നെഗോഷ്യബിൾ ആണ്. പിന്നെ ഈ ഹ്യുണ്ടായുടെ ക്രെറ്റ ഡീസൽ, ഫുള്ളി ഓട്ടോമാറ്റിക് ഡീസൽ, CRDA 1.6. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 10.5, തേർഡ് ഓണർഷിപ്പാണ്, 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇന്നോവ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 2013 മോഡലാണ്, 1.5 ലക്ഷം, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. നമുക്ക് പ്രൈസിങ് വരുന്നത് 10.5 വരുന്നത്, നെഗോഷ്യബിൾ പ്രൈസിങ് ആണ്. പിന്നെ വാഗണർ ഉണ്ട്, 9,000 കിലോമീറ്ററാണ് ഈ വാഗണർ ഓടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നിയർലി ഒരു 6ൻ്റെ അടുത്ത് വരുന്നുണ്ട്, 6.2 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ഞാൻ ഈ പറയുന്ന വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കി തരാം, വാട്സാപ്പിലും സെൻഡ് ചെയ്ത് തരാം, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം. ഞാനത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളും ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വണ്ടികളല്ലാത്ത വണ്ടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് ഇട്ടേക്കാം. അപ്പോൾ അതിൽ ഞാൻ കാറ്റലോഗും ആഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് എന്താ പറയുക നമുക്ക് അവൈലബിൾ ആക്കി കിട്ടാവുന്ന രീതിയിൽ നല്ല കണ്ടീഷൻ വണ്ടികൾ നമ്മൾ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പോൾ ഇന്ന് ഒക്ടോബർ 3, 2025. അപ്പോൾ ഒരു വിഷയം, ഈ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഈ വീഡിയോ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുന്തോറും ഇവിടെയുള്ള വണ്ടികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വണ്ടികൾ മാറുമ്പോൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഷോറൂം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി വണ്ടികൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും വണ്ടികളാണ് നിലവിലുള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് ഡീലേഴ്സിൻ്റെ അടുത്തും പാർട്ടിക്കാരുടെ അടുത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഓർഡർ ചെയ്താൽ ആ വണ്ടികൾ നമ്മുടെ കണക്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് എല്ലാവരും ഷോറൂമും കണ്ടു, വിസിറ്റ് ചെയ്തു, എന്തെല്ലാം ഏതൊക്കെ വണ്ടികളുണ്ടെന്നുള്ളതിൻ്റെ ഒരു ധാരണയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ഷോറൂമായി നിൽക്കുന്നതുകൊണ്ടും ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസും ഈ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയും
ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ റിക്വയർമെൻറ്റ് സ്പെസിഫിക് ആയിട്ടൊരു വണ്ടിയുടെ മോഡലിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യകത ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന നമ്മുടെ കയ്യിൽ ലിസ്റ്റിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. വില ഭാഗം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് മാക്സിമം സംസാരിക്കാം. അതിനുശേഷം എന്താ പറയുക, ഡീൽ ആവേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ. അതേപോലെ ഓൾ ടൈപ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ആണ് ഇവിടെ. 2012 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ഒക്കെ പെട്ടെന്ന് പാസ്സാവും. വണ്ടി ഒരു 2 to 3 ഡേയ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി എടുക്കാവുന്നതുമാണ്. ഏത് വണ്ടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വണ്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഹോക്രാസ്. ഓക്കെ.